നമ്മളിപ്പോൾ എല്ലാവരും ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ജിം കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരും ഒക്കെ ഒരു ന്യൂ ജനറേഷൻ എല്ലാവരും, അതുപോലെ തന്നെ ഏർലി 40s ഉള്ള എല്ലാവരും ജിമ്മിലൊക്കെ നന്നായിട്ട് പോകുന്ന ആൾക്കാർ. അപ്പോൾ ജിമ്മിൽ നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ അവർ ചെയ്യുന്ന രീതിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാണ്. അപ്പോൾ നമ്മൾ ജിമ്മിൽ ചെയ്യുമ്പോൾ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഡംബൽസ് എടുത്തു, നമ്മളത് 10 റെപ്പറ്റീഷൻ, അത് കഴിഞ്ഞിട്ട് ഇൻറ്റു 3 സെറ്റ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും മിനിമം ഒക്കെ ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ 10 പ്രാവശ്യം എടുക്കുന്നു. ആദ്യത്തെ സെറ്റിൽ നമ്മൾ 10 പ്രാവശ്യം എടുക്കുന്നു. അതിനുശേഷം ഒരു റെസ്റ്റിംഗ് ടൈമുണ്ട്. ഒരു 10 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരെയൊക്കെ റെസ്റ്റിംഗ് ടൈമുണ്ട്. ശരിക്കും ആ റെസ്റ്റിംഗ് ടൈമാണ് നമ്മുടെ അടുത്ത സെറ്റിൻ്റെ എഫിഷ്യൻസിനെ തീരുമാനിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഡെയിലി ലൈഫിലും നമുക്ക് എല്ലാത്തിനും ഒരു റെസ്റ്റിംഗ് ടൈം വേണ്ടേ? നമ്മൾ ഏത് ജോലി ചെയ്യുവാണെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുവാണെങ്കിലും നമുക്ക് എപ്പോഴും ഒരു റെസ്റ്റിംഗ് ടൈം വേണം. നമ്മൾ എത്ര ഫിസിക്കലി ഏബിൾ ആയിട്ടുള്ള ആളാണെങ്കിലും എത്ര ഇൻ്റലക്ച്വലി സൂപ്പർ ആയിട്ടുള്ള ആളാണെങ്കിലും അവർക്കെല്ലാവർക്കും ഒരു റെസ്റ്റിംഗ് ടൈമിൻ്റെ ആവശ്യമുണ്ട്. ഈ റെസ്റ്റിംഗ് ടൈമാണ് അവരുടെ ഫങ്ഷണൽ ഔട്ട്പുട്ട് കൂട്ടുന്നത്. അപ്പോൾ എല്ലാവരും ജിമ്മിൽ പോകുന്ന പോലെ തന്നെ അതേ രീതിയിൽ നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിലും ഒരു റെസ്റ്റിംഗ് ടൈം പ്രാവർത്തിയാക്കാനായിട്ട് ശ്രമിക്കുക.